അല്പസമയം മുൻപ് നമ്മൾ അവിടെ നിന്ന് കേട്ടത് സംഘഗാനങ്ങളായിരുന്നു, നാടൻ പാട്ടുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കേരളത്തിൽ വളരെ വ്യാപകമായി പാടിക്കേട്ടിരുന്ന ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മളും ചാവും എന്നൊക്കെയുള്ള പഴയ ഒരു പ്രതിരോധത്തിൻ്റെ നാടൻ പാട്ടാണ്. അത് കാലങ്ങൾ പഴക്കമുള്ള നാടൻ പാട്ടാണ്. ആ നാടൻ പാട്ടടക്കം അവിടെ ക്യാമ്പസിലെ SFI പ്രവർത്തകർ ഒരേ സ്വരത്തിൽ പാടുന്നത് കേട്ടു. ഇപ്പോൾ ചാൻസലർക്കെതിരെ രാജിവെച്ച് പുറത്ത് എന്നുള്ള മുദ്രാവാക്യം ഒറ്റ സ്വരത്തിൽ ഉയർത്തുകയാണ്. അവിടെ കരിങ്കടൽ എന്ന് പറയാം. അത് കറുത്ത ബലൂൺ, കറുത്ത ടീഷർട്ട്, കറുത്ത ബാനറുകൾ, മൊത്തം ഒരു കരിമ്പുക അല്ലെങ്കിൽ ഒരു കരിമയം, ഒരു കറുപ്പ് മയമാകുന്നു ക്യാമ്പസ് ഒന്നാകെ. വിദ്യാർത്ഥികൾ നേരത്തെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു സമരമാണെന്ന് കൃത്യമായി പറയാം. അല്ലെങ്കിൽ SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ അടക്കമുള്ളവർ ആ ടീഷർട്ട് ഒരേ സമയം കിട്ടില്ല. അപ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇന്ന് ഈ സമയത്ത് ഗവർണർ പുതിയ ബാനർ ഉയർത്തുകയാണ്. ബാനറുകൾ ഇപ്പോൾ ഇല്ല, തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റത്തിൻ്റെ കാര്യം പറയും പോലെയാണ്. ഒരു ബാനർ മാറി അടുത്ത ബാനർ മാറി അടുത്ത ബാനർ മാറി ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഇന്നലെയാണ് ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പോയിരുന്ന ഒരു ബാനർ അഴിപ്പിച്ചത്. ഒരു ബാനർ അഴിപ്പിച്ചതിൻ്റെ ഇമ്പാക്റ്റാണ് കാലിക്കറ്റ് സർവകലാശാല ഇപ്പോൾ കാണുന്നത്. ഒന്നിനു പകരം 100 എന്ന മട്ടിൽ പുതിയ ബാനറുകൾ, പുതിയ വാചകങ്ങൾ, പുതിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുമായുള്ള പുതിയ ബാനറുകൾ ഉയർത്തുകയാണ്. കാലിക്കറ്റ് സർവകലാശാല മാത്രമല്ല, കേരളമെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ SFI പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഇടയ്ക്കിടെ തുടക്കത്തിൽ ഒരു വലിയ സംഘർഷം ഉണ്ടായത് വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറികടന്ന് ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചാൻസലറെ നേരിട്ട് തടയുക എന്നുള്ളതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് മുന്നിലേക്ക് ചാടുക എന്നുള്ളതോ SFIയുടെ ഇന്നത്തെ സമര സ്ട്രാറ്റജി അല്ല എന്നാണ് തോന്നുന്നത്. അവരുടെ പൊളിറ്റിക്കൽ ആങ്കർ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പോയിന്റ് മുന്നോട്ട് വെക്കുക, രാഷ്ട്രീയ മുദ്രാവാക്യം കൃത്യമായി തന്നെ കേരളത്തെ ബോധ്യപ്പെടുത്തുക, ചാൻസലർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ SFIയുടെ ഇന്നത്തെ രാഷ്ട്രീയ സ്ട്രാറ്റജി എന്നാണ് തോന്നുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമായ സമരമാർഗത്തിലേക്ക് ഇത്രയധികം വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടും ഒരാൾ പോലും അതിലേക്ക് പോയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ കാര്യം. ഇത്രയധികം വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് സംഘർഷത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യത എളുപ്പമാണ്. പക്ഷേ മണിക്കൂർ ഇത്രയായിട്ടും മുദ്രാവാക്യങ്ങൾ മാത്രം ഒഴുക്കിക്കൊണ്ട് സംഘഗാനങ്ങൾ പാടിക്കൊണ്ട് വേണമെങ്കിൽ സർഗാത്മകം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സമരം കാലിക്കറ്റ് സർവകലാശാലയിൽ SFI നടത്തുകയാണ്. ഇപ്പം ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നേരിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നറിയില്ല. അല്പസമയം മുൻപ് ഗവർണർ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ആവർത്തിക്കുകയായിരുന്നു ഈ SFIയുടെ പ്രവർത്തകർ ക്രിമിനലുകളാണ്, SFI ഒരു ക്രിമിനൽ സംഘടനയാണ്, അതൊരു ഗുണ്ടാ സംഘടനയാണ്, അവർ മർഡറേഴ്സാണ് എന്നൊക്കെയുള്ള കടുത്ത പ്രയോഗങ്ങൾ ആവർത്തിക്കുകയായിരുന്നു ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ. അതിനോടൊക്കെ എന്തായാലും ആ രീതിയിൽ പ്രതികരിക്കുന്നില്ല SFI എന്ന കാര്യം ശ്രദ്ധേയമാണ്. ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമായ സമരമാർഗങ്ങളിലേക്ക് തൽക്കാലം SFI അവിടുന്ന് പോകുന്നതേയില്ല. സമാധാനമായി അവിടെ നിന്നുകൊണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കുക എന്നുള്ള അവരുടെ രാഷ്ട്രീയ അവകാശം ഉപയോഗിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ SFIയുടെ വിദ്യാർത്ഥികൾ. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. അത് കാലിക്കറ്റ് സർവകലാശാലയിലെ മാത്രം വിദ്യാർത്ഥികളാണോ എന്നറിയില്ല. അത് SFIയുടെ പ്രവർത്തകർ മറ്റ് ക്യാമ്പസുകളിൽ നിന്നും അങ്ങോട്ടേക്ക് എത്തി ഒരു വലിയ കോംറേഡറി അവിടെ തീർക്കുന്നുണ്ടോ എന്നും അറിയില്ല. എന്തായാലും പ്രേക്ഷകർ കാണുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ അടുത്ത കാലത്ത് കേരളം കണ്ടിട്ടില്ലാത്ത വിധമുള്ള വലിയ ഒരു വിദ്യാർത്ഥി മുന്നേറ്റത്തിനാണ്. പുതിയ ബാനറുകൾ ഉയർത്തുന്നു. ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് കേരളമാണെന്ന് ഓർക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ ബാനർ അവിടെ കണ്ടു. ഡൗൺ ചാൻസലർ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഒരു ബാനർ അവിടെ കണ്ടു. അങ്ങനെ ചിലപ്പോൾ ചില വാചകങ്ങൾ അതിര് കടന്നാണെന്ന് തോന്നുന്നു വിധമുള്ള പല ബാനറുകൾ പോലും നമ്മൾ കണ്ടു. അങ്ങനെ SFI ഈ സമരത്തെ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരുന്നു. രാഷ്ട്രീയമായി അവർ ക്യാമ്പസിനുള്ളിൽ സംഘടിച്ചു നിന്നുകൊണ്ട് എന്നാൽ അതിര് വിട്ടു പോവാതെ കൃത്യമായി ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. അവിടെ നേരത്തെ ഗവർണർ ഈ പറയുന്ന ഗുണ്ടകളെന്നും ക്രിമിനലുകളെന്നും മർഡറേഴ്സ് എന്നും കൊലപാതകികൾ എന്നൊക്കെ ഒരു വിദ്യാർത്ഥി സംഘടനയെ ഒരു ഗവർണർ പ്രയോഗിക്കുന്നത് ശരിയാണോ എന്നതറിയില്ല. പക്ഷേ അത്തരം കടുത്ത പ്രയോഗങ്ങളോട് പോലും SFI സമചിത്തതയോടെ പെരുമാറുന്നു. അവർ ക്യാമ്പസിൻ്റെ ഈ പറഞ്ഞ ബാരിക്കേഡിന് അപ്പുറം നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുക എന്നുള്ള രാഷ്ട്രീയ അവകാശം അവർ വിനിയോഗിക്കുകയാണ്. തൊട്ടപ്പുറത്താണ് ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രീനാരായണനെ കുറിച്ചുള്ള ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നത്. ആ യോഗത്തിൽ VC പങ്കെടുക്കേണ്ടതായിരുന്നു. VC ആ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല. VC അധ്യക്ഷനാവേണ്ടിയിരുന്ന സ്ഥലത്ത് സ്വാമി ചിദാനന്ദപുരി എന്ന് പറയുന്ന RSS സഹയാത്രികനായ ഒരാൾ അധ്യക്ഷനായി, ഒരു സ്വാമി അധ്യക്ഷനായി. ആ പരിപാടി സെമിനാറിൽ സംസാരിച്ചതിന് ശേഷം ഗവർണർ ഇപ്പോൾ ആ വേദിയിൽ ഇരിക്കുകയാണ്. എന്തായാലും ഗവർണർ അങ്ങോട്ടേക്ക് എത്തുമ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ മുന്നിലേക്ക് ഒന്നും തരത്തിലുള്ള ആ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് SFI പോയതേയില്ല. എന്തായാലും ഗവർണറുടെ പ്രസംഗം അവിടെ കഴിഞ്ഞു. അത്യാവശ്യം നീണ്ടു നിന്ന പ്രസംഗമായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച്, രാജ്യത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ വാചാലനാവുന്നുണ്ടായിരുന്നു ആ വേദിയിൽ ഗവർണർ. അഭിജിത്ത് മുഴക്കുന്ന് വിളിച്ചിരുന്നു. അഭിജിത്ത്,
ഒരു കാര്യം നിസ്സംശയം പറയണം, ഇത്രയധികം വിദ്യാർത്ഥികളുള്ളപ്പോൾ അത് സംഘർഷത്തിലേക്ക് വഴിതിരിവിടാൻ എളുപ്പമുള്ളൊരു സമരത്തെ കൃത്യം കൺട്രോൾഡായി എന്താണോ അവർ ഈ സമരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ പരിമിതപ്പെടുത്തി നിർത്താൻ SFI നേതൃത്വത്തിന് കഴിയുന്നുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ. അഭിജിത്ത്, ഈ ഒരു സമര പരിപാടി, ഈ ഒരു പ്രതിഷേധ പരിപാടി സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാനായി കഴിഞ്ഞിരുന്നു. നേരത്തെ ഗവർണർ സെമിനാർ വേദിയിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു സമയത്താണ് മതിൽ ചാടിക്കടന്നുകൊണ്ട് SFI പ്രവർത്തകർ ഗവർണർക്ക് അടുത്തേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ മീറ്ററുകൾക്കിപ്പുറം വെച്ച് തന്നെ പോലീസ് അതിനെ തടഞ്ഞു, പോലീസ് അതിനെ നേരിട്ടു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തു. നിലവിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ രീതിയിലേക്ക്, ആ ഒരു പ്രതിഷേധം കടുപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കമാണ് SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ ഹാഷ്മി വിശേഷിപ്പിച്ചതുപോലെ തന്നെ അടുത്ത കാലത്തെങ്ങും കാണാത്ത രീതിയിലുള്ള പ്രതിഷേധ പരിപാടി, സമരമുറ, അത് തന്നെയാണ് SFIയുടെ ഭാഗത്തു നിന്ന് സർവകലാശാല പരിസരത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ SFI പ്രവർത്തകർ നിലവിൽ തിരിഞ്ഞു നടക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള നീക്കമാണ് SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു പ്രതിഷേധ പരിപാടി, ഗവർണർക്കെതിരായ പ്രതിഷേധ നീക്കങ്ങൾ, അത് ഏത് രീതിയിലാണ് SFI ഇനി അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇനിയൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഒരു തിരിഞ്ഞു നടക്കുന്ന ഒരു കാഴ്ച, ഈ ഒരു പരീക്ഷാ ഭവന് മുൻവശത്ത് വെച്ച് SFI പ്രവർത്തകരെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയിരുന്നു. അവിടെ നിന്ന് നിലവിൽ SFI പ്രവർത്തകർ തിരിഞ്ഞു നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. എന്താണ് പ്ലാൻ എന്നറിയില്ല, SFIയുടെ പ്ലാൻ എന്താണെന്നറിയില്ല. അവിടെ അതിനുള്ളിൽ ഗവർണറുടെ സെമിനാർ പരിപാടി കഴിയുന്നുണ്ട്. ഗവർണർ പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമാണ്. ആ സമയം ആകുമ്പോഴേക്കും ബാരിക്കേഡിനപ്പുറത്ത് മുദ്രാവാക്യം വിളിച്ച് തടിച്ചുകൂടുന്ന മുദ്രാവാക്യം വിളിച്ചിരുന്ന ചാൻസലർ വിരുദ്ധ, സംഘപരിവാർ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചിരുന്ന SFI പ്രവർത്തകർ തിരിഞ്ഞു നടക്കുകയാണ്. ഏത് രീതിയിലുള്ള ഒരു സമര സ്ട്രാറ്റജിയാണെന്ന് അറിയില്ല. ഗവർണർക്ക് മുന്നിലേക്ക് നേരിട്ടുള്ള പ്രതിഷേധമായി വല്ലതും പോകുമോ എന്ന കാര്യവും തൽക്കാലം ഇപ്പോൾ അറിയില്ല. അവിടെ SFI പ്രവർത്തകർ തടിച്ചുകൂടി തന്നെ നിൽക്കുകയാണ്. അവിടെ എന്തായാലും അതിനുള്ളിൽ ഗവർണറുടെ സെമിനാർ പൂർത്തിയായിരിക്കുന്നു. ഗവർണർ ഇപ്പോൾ ഒരു പക്ഷേ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതിശക്തമായ പോലീസ് ബന്ദോബസ്താണ്, അതിശക്തമായ പോലീസ് കാവലാണ്. എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് പോലീസുകാർ ക്യാമ്പസിലുണ്ട് എന്നുറപ്പായും പറയാം. മിസ്റ്റർ ചാൻസലർ, യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്നുള്ള വലിയ ബാനർ ഉയർത്തി ഗവർണർ ഇറങ്ങി വരുന്ന വഴിയിൽ കൂടി നടന്ന് മുന്നോട്ടേക്ക് വരികയാണ്. പക്ഷേ ഇതൊരു നേർക്കുനേർ വഴിയല്ല എന്നാണ് തോന്നുന്നത്. അതായത് ഗവർണർ പോകേണ്ടത് വേറൊരു വഴിയാണ്. ഷഹദ് റഹ്മാൻ ചെയ്യുന്നു. ഷഹദ്, ഗവർണർ ഇറങ്ങി വരുന്ന വഴി SFI പ്രവർത്തകർ മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്നുള്ള ബാനർ ഉയർത്തി മുന്നോട്ട് പോകുന്ന അതേ വഴിയിൽ തന്നെയാണോ ഗവർണർക്ക് ഇറങ്ങി വരേണ്ടത്? 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.